സോ നമ്മുടെ ട്രിപ്പ് ഇവിടെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണം. ഡൊമിങ്കോസെ പെട്ടെന്ന് വന്ന് കയറിയേ. എന്തോ കയറുക. എന്നാ നമുക്ക് നേരെ വിടാം ഗൈസ്. ഇന്ന് ഓഫ് റോഡിങ് അല്ലേ ചെയ്യാൻ പോണേ. അയ്യോ ഗൈസ്, ഓഫ് റോഡിങ്ങിൻ്റെ സൂപ്പർമാൻ്റെ കാർ എടുക്കാൻ ഞാൻ മറന്നുപോയി. ഇനി ഒറ്റ നിങ്ങൾ രണ്ടുപേരും ഇറങ്ങി റിസോർട്ടിലേക്ക് കയറിക്കോ. ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി. ഞാൻ പോയി ഈ സൂപ്പർമാൻ്റെ മോൺസ്റ്റർ ട്രക്ക് എടുത്തിട്ട് വരാൻ വീട്ടിൽ നിന്ന്. പക്ഷെ എന്ത് പറയാണ്, ഭയങ്കര മറവിയാണ്. നമുക്ക് എന്നാൽ പെട്ടെന്ന് പോയി സൂപ്പർമാൻ്റെ കയ്യിൽ നിന്ന് അത് എടുത്തിട്ട് വരാം. അപ്പോൾ അമ്മമാരങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനി ഈ ബസ്സും കൊണ്ട് എഴഞ്ഞ് ആ സ്ഥലത്ത് എത്തുമ്പോഴേക്കും 1 മണിക്കൂറാവും. ബസ് നമുക്ക് പെട്ടെന്ന് പോകാൻ നോക്കാം, പരമാവധി അത്രയും പോവാം. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഗൈസ്. നമ്മളെ ട്രിപ്പിൻ്റെ ഇടയ്ക്ക് ഒരാൾ പിടിച്ചു ഗൈസ്, പോലീസ് പിടിച്ചു ഗൈസ്. പോലീസ് പിടിച്ചിട്ട് എന്ത് പറയാനാ, എങ്ങനെ ഡൊമിങ്കോസ് കുറച്ച് കാശ് നമ്മൾ അതിൽ നിന്ന് ആ കേസിൽ നിന്ന് ഊരി വന്നു ഗൈസ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്നാലും ഈ ബസ് കൊണ്ട് കുറേ സമയം എടുക്കും നമ്മുടെ വീട്ടിലെത്താൻ. പിന്നെ മോൺസ്റ്റർ ട്രക്ക് കൊണ്ട് ഇങ്ങോട്ട് വരാനും അത് അത്യാവശ്യം സമയം എടുക്കും ഗൈസ്. ഇത്രയും സമയമുള്ള കാരണം നിങ്ങളാ ലൈക്കും സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി വെച്ചേക്ക്. ആവശ്യം വരും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടി. നമുക്ക് പെട്ടെന്ന് പോകും. ഞാൻ വന്ന വഴി മറന്നോ? ഇല്ല ഈ ടണലിൽ ഇത് ഫോളോ ചെയ്താണ് ഞാൻ വന്നത്. അപ്പം സീനില്ല. എങ്ങനെയാണ് എൻ്റെ ഡ്രൈവിംഗ് സ്കിൽസ്? ഇമ്പ്രൂവ് ആയിട്ടില്ലേ? അയ്യോ, ഇതവിടെ നിന്ന് പെട്ടെന്ന് കാറൊക്കെ വന്ന്. ഓ എൻ്റെ മോനെ, ഇങ്ങനെയൊക്കെ കാറ് വരാൻ തുടങ്ങിയാൽ മിക്കവാറും ഇത്രയും പൊട്ട ഡ്രൈവിംഗ് സ്കിൽസെല്ലാം ഞാൻ തന്നെ ഇടിച്ച് ചാവും എവിടെയെങ്കിലും പോയി. നമുക്ക് പെട്ടെന്ന് ആ സ്ഥലത്തേക്ക് പോകാം ഗൈസ്. എന്ത് പറയാനാ, ഈ ബസ്സിന് ഒട്ടും സ്പീഡും ഇല്ല. ഈ ബസ് എടുത്താൽ ട്രിപ്പിൻ്റെ ആവശ്യത്തിനാണ്, പക്ഷേ സ്പീഡിൻ്റെ കാര്യം ഞാൻ ഓർത്തുമില്ല. ഈ RGB അതിനനുസരിച്ച് ഫിക്സ് ചെയ്യാമായിരുന്നു. ഇത് പറയാനും ഞാൻ ഈ ബസ് എന്തായാലും കൊടുക്കും. ഞാൻ 1 ലക്ഷം രൂപ, ഒരു 5 ലക്ഷം രൂപയൊക്കെയാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമുക്ക് കാശ് കിട്ടും. എന്നിട്ട് നമ്മൾ വേറെ കുറേ പരിപാടിയുണ്ട്. ഇനിയിപ്പോൾ പോലീസ് എങ്ങാനും പിടിച്ച ഡൊമിങ്കോസിൻ്റെ ഈ കാശ് ഗൂഗിൾ പേ ജാമ്യത്തിനിറക്കാനുള്ള കാശൊക്കെ റെഡിയാക്കണ്ടേ. അത് കാരണം നമ്മൾ അങ്ങനെയാണ് ആ കാശ് എടുക്കണം. അല്ല പിന്നെ വെറുതെ എടുത്ത് ചിലവാക്കി കളയാല്ല കാശ് ഗൈസ്. നമ്മുടെ സിറ്റി ദേ ഇവിടെ എത്തിയിരിക്കുന്നു. നമുക്കിനി നേരെ നമ്മുടെ സ്വീറ്റ് ഹോമിൽ പോയിട്ട് നമ്മുടെ സൂപ്പർമാൻ്റെ അല്ല, ഇപ്പം എൻ്റെ മോൺസ്റ്റർ ട്രക്ക് പോയി എടുത്തിട്ട് വരാം. ഒരാൾ തട്ടിയെന്നാണ് തോന്നുന്നത് ഗൈസ്. സീനില്ല, എല്ലാ ദിവസവും നടക്കണ തന്നെ. ഇവിടെ ട്രെയിനൊക്കെ ഉണ്ടായിരുന്നു, ഞാനിത് കണ്ടിട്ട് പോലില്ല ഗൈസ്. ഇവിടെ ട്രെയിൻ ഓടാനെല്ലാം കണ്ടിട്ടില്ല. നമുക്ക് പെട്ടെന്ന് പോവാൻ ഗൈസ്. ഇത് കുറേ വീടുകളൊക്കെ ഉണ്ടല്ലോ ഇവിടെ, ഗാരാജൊക്കെ ഉണ്ട്. മിക്കവാറും ഇവിടെയൊക്കെ വല്ല ഹിഡൻ കാറും ഉണ്ടാകും. ഞാൻ നാളെ വന്ന് ഇവിടെയൊക്കെ ഇൻസ്പെക്ഷൻ നടത്തും ഗൈസ്. ഇത് നമ്മുടെ ഡൊമിങ്കോസിൻ്റെ വീട്. ഇനി ഇവിടെ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് എനിക്ക് വഴി അറിയാട്ടെ. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോവാം ഗൈസ്. എന്ത് പറയാനാണ്, മറവി കാരണമാണ്. അല്ലേ എന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ കാറിൽ വന്നിട്ട് ഡൊമിങ്കോസിനോട് മോൺസ്റ്റർ ട്രക്ക് ഓടിച്ചോണ്ട് വരാൻ അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പം എന്ത് പറയാനാ, നമുക്ക് പെട്ടെന്ന് പോവാം. ഇത് കളർഫുൾ ബിൽഡിംഗ് ഒക്കെ. ഞാൻ വീട് മറന്നു പോയാ ഗൈസ്. എനിക്ക് തോന്നുന്നു ഞാൻ അത് പോലീസ് സ്റ്റേഷൻ അല്ലേ? പോലീസ് സ്റ്റേഷൻ്റെ അടുത്തല്ലേ എൻ്റെ വീട്. അപ്പം പുതിയ ഷോർട്ട് കട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത് ഗൈസ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തതാണ് പുതിയ ഷോർട്ട് കട്ട് കണ്ടുപിടിച്ചതെന്ന് തോന്നണു. നമുക്ക് പെട്ടെന്ന് വീണ്ടും ഉള്ളിലേക്ക് പോവാം. ഗൈസ്, പെട്ടെന്ന് എത്തിയത് നന്നായി. ഈ ഷോർട്ട് കട്ട് കണ്ടുപിടിച്ചപ്പോൾ നല്ല പൊളി. ആ ഷോർട്ട് കട്ട് കൊള്ളാം. ഇങ്ങനെ കറങ്ങി വന്നേക്കാൻ അങ്ങനെ നേരെ ഇങ്ങനെ കയറി വരാം. ഷോർട്ട് കട്ട് ഓർത്ത് വെക്കാം, അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് വീണ്ടും ഉള്ളിൽ കയറ്റിയിട്ട് തിരിച്ചെടുക്കാൻ നല്ല പണിയാണ്. ഇവിടെ എങ്ങാനും ഇട്ടിട്ട് ഇറങ്ങി പോവാം. അയ്യോ സീന എപ്പോഴും നടക്കണോ തന്നെ വീണ് വേദന എടുക്കണം മേലൊക്കെ. സീനില്ല, എന്നാൽ നമുക്ക് പെട്ടെന്ന് നടന്നു പോവാം. ഇവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോണം, അതാണ് ഏറ്റവും മെനക്കെട്ട പണി. ശരിക്കും ഈ വീട്ടിൽ ഫ്രണ്ടിൽ നിർത്തിയാൽ മതിയായിരുന്നു. വെറുതെ മെനക്കെട്ട പണിക്ക് നിന്ന് ഇപ്പം അവിടെ പോയിടിച്ചേ. പെട്ടെന്ന് ഓടിപ്പോവാം. ഓടിപ്പോവാൻ പണിയാണെന്നറിയാം. നല്ല പാടുപെടണം ഇവിടെ കിടന്ന് ഓടാൻ. എൻ്റെ മോനെ, ഓടി എപ്പോൾ എത്തും ഞാൻ? ഇന്നങ്ങനെ എത്തൂല.
ഗൈസ് ഇവിടെ ഒരു സ്പ്ലെൻഡർ കിടക്കുന്നുണ്ട്. എൻ്റെ സ്പ്ലെൻഡറാണ് അല്ലേ? ഇത് ബ്ലാക്ക് കളറാണ്. റെഡ് സ്പ്ലെൻഡർ ആയിരുന്നെങ്കിൽ ഞാൻ ഇപ്പം എടുത്ത് അകത്തുകൊണ്ട് പോയിട്ടാണ്. ഇവിടെ ഞാൻ ഇല്ലാത്ത സമയത്ത് ആക്സിഡൻ്റൊക്കെ പറ്റിയെന്ന് തോന്നണം. ഗൈസ് നമ്മുടെ റോൾസ് റോയ്സ് ഇവിടെ ഉണ്ട്. കണ്ടല്ലോ, റോൾസ് റോയ്സ് ഉണ്ട്, ലംബോർഗിനി അത് ഞാൻ എടുത്തിട്ട് വലിച്ചിട്ടേക്കണത്. പിന്നെ നമ്മുടെ മോൺസ്റ്റർ ട്രക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ കയറാം. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ നല്ല പണിയാണ് ഗൈസ്. നമുക്ക് ഇതിൻ്റെ മേലെ എത്തി വലിഞ്ഞ് കയറണം, എന്നാലേ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ ഗൈസ്. നമുക്ക് പെട്ടെന്ന് അവന്മാരുടെ അടുത്തേക്ക് പോകാം. അവരിപ്പോൾ അകത്തിരുന്ന് അയ്യോ സീനിൽ ഇടിച്ചെന്ന് തോന്നണം. അവരിപ്പോൾ അകത്തിരുന്ന് ടി വി കാണുന്നതായിരിക്കും. എന്ത് പറയാ, ഇടിച്ച് സീനൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ? കൺഫർമേഷൻ ഇറങ്ങി നോക്കാതായിരിക്കും ബുദ്ധി. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ കണ്ട ചാടി ഇറങ്ങണം നമ്മൾ. ഈ ഹെഡ്ലൈറ്റ് കുഴപ്പമില്ല, ഇടിച്ചിട്ടൊന്നും പറ്റില്ല. അപ്പുറത്ത് പോയി നോക്കാം. അപ്പുറത്തെ ഹെഡ്ലൈറ്റ് കുഴപ്പമില്ല. അപ്പം എല്ലാം സെറ്റാണ് ഗൈസ്. നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത കാരണമാണ് ഇത്ര നേരം ഒരു പ്രശ്നമില്ല പോയത്. ചിലപ്പോൾ ബാഡ് ലക്ക് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം നമുക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആവണവരെ ഇങ്ങനെ ലക്ക് മാറി മറിഞ്ഞ് ഇങ്ങനെ വരാം. 6 GB ബസ്സുകളൊക്കെ എടുക്കട്ടെ. ഇനി അത് അവിടെ കിടക്കണം. ഇനി അത് വിൽക്കണം. നമുക്ക് വിറ്റ് കാശാക്കണം ഗൈസ്. കാശെടുത്ത് ബാഗിലിടണം. മിക്കവാറും ആ ബാഗ് ഞാൻ തന്നെ കൊള്ളയടിക്കും. ഓൾറെഡി ഞാൻ ഒരു വട്ടം കൊള്ളയടിച്ചിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര സീനൊക്കെയാണ് ഗൈസ്. അതിൻ്റെ കഥ പറയാനാണെങ്കിൽ ഇന്നൊന്നും കഴിയൂല, നാളെ കഴിയുള്ളൂ. വലിയ സ്റ്റോറിയാണ്. അത് ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞാൽ ഗൈസ്. ഇടിച്ച് മറിയില്ലേ സീനില്ല ഗൈസ്. സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളാണ്. അത് കാരണം സീനില്ല. നമുക്ക് പെട്ടെന്ന് പോകാം ഗൈസ്. ഇടിക്കല്ലേ, ഇടിച്ചാൽ എനിക്കിനിയും വർക്ക്ഷോപ്പിൽ വീണ്ടും കേട്ടേണ്ട വരും. ഇടിക്കല്ലേ. ഇത് സാധനം ഞാൻ കുറേ നാളായി എടുത്തിട്ട്, അത് കാരണം ഇത് കൺട്രോൾ ചെയ്യാൻ നല്ല പണിയാണ് കേട്ടോ ഗൈസ്. എന്ത് പണിയായി സാധനം കൺട്രോൾ ചെയ്യാൻ. ഇത് ഇപ്പം പോയ സർക്കിളിനുള്ളിൽ കയറി ഒരു വട്ടൻ്റെ ഡൊമിങ്കോസിൻ്റെ ഇടിച്ച് പൊളിഞ്ഞു ഗൈസ്. നമ്മുടെ കാർ ഇവിടെ പൊളിഞ്ഞു. കാണുന്ന വെച്ചാൽ മോൺസ്റ്റർ ട്രക്ക്. ഇനി ഒറ്റ വഴിയുള്ളൂ. കൂട്ടുകാരൻ്റെ വർക്ക്ഷോപ്പ് നമ്പർ 3. കൂട്ടുകാരനല്ല, ഒരു കസിൻ്റെ വർക്ക്ഷോപ്പാണ്. അവൻ ഞാൻ പൈസ ഒന്നും കൊടുക്കൂല. ഞാൻ നമ്മളൊക്കെ എൽഡറല്ല എന്നുവെച്ചാൽ നമ്മളെയൊക്കെ ചെറുതാണ്. ഇത് നമ്മളെന്തിനാ കാശ് കൊടുക്കണം? നമുക്ക് ജോലി വരുന്നില്ലെന്ന് അവനറിയാലോ. മറ്റേ പരിപാടിയുടെ സ്ഥിരം ഞാൻ കുറേ പോയിരുന്നു ഫോൺ വിളിക്കാം. നമുക്ക് പെട്ടെന്ന് ഫോൺ എടുക്കാം. എൻ്റെ ഒരു പ്രദീപ് എൻ്റെ കാറ് ഒന്ന് ശരിയാക്കി തരാമോ? ഇപ്പം ശരിയാക്കി തരാം. പ്രദീപ് പറഞ്ഞേക്കടാ ശരിയാക്കി തരാം. അയ്യോ ഞാൻ കട്ട് ചെയ്യില്ല ഗൈസ്. ഞാൻ കട്ട് ചെയ്തതാണ് സംസാരിച്ച ഗൈസ്. ഞാൻ എന്ത് വിചാരിക്കും? നമുക്കെന്നാലും പെട്ടെന്ന് കട്ട് ചെയ്യാം. ഞാനൊന്നും കേട്ടില്ലേ? കട്ട് ചെയ്ത ഗൈസ്. അപ്പോൾ അവൻ പറഞ്ഞാൽ അവൻ പെട്ടെന്ന് ശരിയാക്കി തരാം ഗൈസ്. അവൻ ഇത്രയും പെട്ടെന്ന് ശരിയാക്കി തരാം. നമ്മളെ കാറ് കിട്ടി കേട്ടോ. ഇനി ഇതെവിടെ ഇടിക്കാതെ നമുക്ക് സൂക്ഷിച്ച് കൊണ്ടുപോകേണ്ട വരും. എവിടെയെങ്കിലും ഇടിച്ചാൽ പിന്നെ പണിയാണ്. എനിക്ക് ആ സിറ്റിയിലൊക്കെ പോകാനുള്ള ഒരു പുതിയ ഷോർട്ട് കട്ട് ഇട്ടാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങൾക്ക് വല്ല ഷോർട്ട് കട്ട് ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ചെയ്തൊക്കെ. എനിക്കറിയാൻ മേലെ സിറ്റിയിലേക്ക് വല്ല ഷോർട്ട് കട്ട് ഉണ്ടാവുന്നു. ഡോർ പറഞ്ഞ ഇല്ല മറയില്ലേ. ഇപ്പോൾ ഒരു വർഷം കേട്ടുള്ളൂ മറിഞ്ഞില്ല ഗൈസ്. മറിഞ്ഞായിരുന്നെങ്കിൽ നല്ല പണി പാളിയല്ലേ. ഈ ട്രെയിനൊന്നും അനങ്ങൂലേ? കുറേ കാലം ഇങ്ങനെ അനങ്ങാതെ കിടക്കണം ഈ ട്രെയിൻ. എന്താണെന്നറിയില്ല. എനിക്ക് തോന്നാണത് അബാൻഡനായ ട്രെയിനാണെന്ന് വെച്ചാൽ ഉപേക്ഷിക്കപ്പെട്ട ട്രെയിൻ ഗൈസ്. നമുക്ക് നാളെ ആ ട്രെയിൻ വന്ന് അടിച്ചുകൊണ്ട് പോകാം ഗൈസ്. അടിച്ചുകൊണ്ട് നമുക്ക് പുതിയ സിറ്റി കൊണ്ടുപോയിടാം ഗൈസ്. നിങ്ങൾ നാളത്തെ വീഡിയോക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കണേ ഗൈസ്. നമുക്ക് പെട്ടെന്ന് ആ സിറ്റിയിലേക്ക് പോകും. ഇപ്പോൾ മോൺസ്റ്റർ ട്രക്കിന് കുറച്ച് സ്പീഡായിട്ടുണ്ട്. ഇത് കണ്ട പെട്ടെന്ന് ആ സിറ്റി എത്തുന്നുണ്ട്. പക്ഷെ സ്പീഡായാലും ഒരു കുഴപ്പമുണ്ട്. ഇത് കൺട്രോൾ ചെയ്യാൻ നല്ല പണിയാണ്. പക്ഷേ ഇത് എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചാൽ പിന്നെ പണി പാളും കേട്ടോ. പറക്കുമോ ഇതൊന്ന് ഗൈസ്? ഇത് പറന്നു പോയല്ല. ഇത് പറന്നു പോയി ഇടിച്ച് ഡോറൊക്കെ പോയി. വീണ്ടും പഴയ അവസ്ഥയെ. നമുക്കൊരു കാര്യം ചെയ്യാം. ഡൊമിങ്കോസിനെ ഷിൻചാനെയും പോയി വിളിച്ചിട്ട് അവന്മാരോട് ചോദിക്കാം. ഡൊമിങ്കോസിനെ ചോദിക്കാം വല്ലതും അറിയുമോയെന്ന്. അവന്മാരെ വിളിക്കാം, ഫോണിൽ വിളിക്കാം. അപ്പം അവർ വന്ന് കയറിക്കോളും. നിങ്ങൾക്കറിയാം ഞാൻ ഡൊമിങ്കോസ് രാഹുൽ എന്ന് പറഞ്ഞ ഡൊമിങ്കോസ് എടാ നീ പെട്ടെന്ന് വന്ന് വണ്ടി കയറിക്കോ, ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ മുന്ന് കയറും. ഷിൻചാനെ വിളിച്ചേക്കണേ. ഞാൻ വിളിച്ച് കയറ്റിക്കോളൂ. അവന്മാർ പറഞ്ഞ് കയറാമെന്ന് വന്ന് കയറിയിട്ടുണ്ടാവുമായിരിക്കും അല്ലേ?
ഞാൻ കണ്ടില്ല. നമുക്ക് പെട്ടെന്ന് കാറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ചോദിക്കാം. എടാ നിങ്ങളെല്ലാം കയറിയില്ലേ? എടാ ഞാൻ കയറിയത്. ഇനി എന്ത് വേണം? ഷിൻചാനും കയറി, ഡൊമിങ്കോസും കയറി. ഡൊമിങ്കോസ് നിനക്ക് അടുത്ത് വല്ല വർക്ക്ഷോപ്പ് പറയാം ഈ സിറ്റിയിൽ? ഓ എനിക്കൊരെണ്ണം അറിയൂ. എന്നാൽ ലൊക്കേഷൻ ഒന്ന് അയച്ചു തരാവാ. ഓ ഞാൻ ചോദിച്ചു തരും. ഈ ലൊക്കേഷൻ നോക്കിയിട്ട് അടുത്താണല്ലോ. ഈ ഡൊമിങ്കോസിന് എല്ലാ സ്ഥലവും അറിയാലോ. ഭയങ്കരം തന്നെ. നമുക്ക് പെട്ടെന്ന് ആ വർക്ക്ഷോപ്പിലേക്ക് വിടാം ഗൈസ്. വിടാനൊന്നുമില്ല, ഈ അടുത്താണ് ഈ വർക്ക്ഷോപ്പ്. ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ചല്ല ഇച്ചിരി പോയാൽ മതി. നമ്മളെ വർക്ക്ഷോപ്പ് പെട്ടെന്ന് എത്തും. നമുക്ക് ഇവിടെ ഇറങ്ങാം. ഡൊമിങ്കോസും ഷിൻചാനും ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് മറ്റേ പേരുടെ പുറകിൽ പോയിട്ട് ആളെ വിളിക്കാൻ നമ്പർ അയച്ചിട്ടുണ്ടായിരുന്നു അവൻ. അത് പെട്ടെന്ന് പോകാം. നമ്പർ യാഷ് എന്നാണോ പേര്? റോക്കി ബായ് വലുതാണോ? നമുക്ക് പെട്ടെന്ന് വിളിക്കാം. ഹലോ, ഞാൻ നിങ്ങളുടെ കസ്റ്റമറാണ്. എനിക്കൊരു കാറ് ശരിയാക്കാണ്ടായി. ഇപ്പം ശരിയാക്കി തരുമോ? ഓ ഞാനിപ്പോൾ ശരിയാക്കി തരാം. ആ ശരി. അത് ഇവൻ്റെ ശബ്ദം മോൺസ്റ്ററിൻ്റെ പോലെ ഉണ്ട് കേട്ടോ. എനിക്കൊന്ന് കുറച്ച് ഗൗരവമുള്ള ആളാണ്. ഓ പെട്ടെന്ന് കാറൊക്കെ നന്നാക്കി കിട്ടി. അമ്മാൻ അതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ജസ്റ്റ് തട്ടിക്കൂട്ട് പണിയുണ്ടായിരുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ വണ്ടി വെച്ച് ഓഫ് റോഡിങ് ചെയ്യാൻ ഇവിടെ പറ്റിയ സ്ഥലമൊന്നുമില്ല. നമുക്ക് വേറെ വാങ്ങാം. ഇവിടെ ഇറക്കിയെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത സിറ്റി വെറുതെ പോയി കറങ്ങിയിട്ട് വരാം. എന്നിട്ട് നേരെ വില്ലക്കോ. അതാണ് നമ്മുടെ പ്ലാൻ. അങ്ങനെ മതിയാണോ ഷിൻചാനെ? അപ്പം ഷിൻചാൻ അത് മതി. ഡൊമിങ്കോസിനോടൊന്നും ചോദിക്കണില്ല, കാരണം അവൻ ഒരു ഷെയറും കാര്യവും ഇട്ടിട്ടില്ല. ഞാൻ എന്തിനാ അവനോട് ചോദിക്കണം? നമുക്ക് ചുമ മാറിയിട്ടില്ല കേട്ടോ. നിങ്ങൾ 100 സബ്സ്ക്രൈബേഴ്സ് ആക്കിയാൽ എൻ്റെ ചുമ മാറുള്ളൂ. ഈ വീഡിയോ കാണുന്ന സമയത്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ. ഇനി ഇതുപോലത്തെ വീഡിയോസ് വരാനാണ് ഞാൻ അങ്ങനെ പറയണത്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഗൈസ് ഞാനെല്ലാം ചെയ്യുന്നത്. വലിയ സൗണ്ടൊക്കെ കേൾക്കണ്ടല്ലോ. ഇവിടെ എന്തോ മോൺസ്റ്റർ എന്നറിയിട്ടെന്ന് തോന്നുന്നു. ഷിൻചാനെ, അവിടെ ഈ സ്ഥലമൊക്കെ ഭയങ്കര ബോറാണ്. നമുക്ക് തിരിച്ച് വീട്ടിൽ പോയാലോ? മതി ഫ്രാങ്ക് ഭായി, ഇവിടെ ഭയങ്കര ബോറാണ്. നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് ബുദ്ധി. അപ്പോൾ നമുക്ക് ഷിൻചാൻ പറയണ ചെയ്യാം. അവൻ പറഞ്ഞത് എന്തായാലും ശരിയാണ് ഗൈസ്. എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ബോർ സ്ഥലമാണ് ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാം തിരിച്ചെടുത്തിരിക്കുന്നത്. കാരണം ഈ സ്ഥലം പൊട്ടയാണ് കേട്ടോ ഗൈസ്. വെറുതെ ഇവിടെ ആകെ ബീച്ച് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ നല്ല നല്ല ബിൽഡിങ്സ് റിസോർട്ടുണ്ട്. വേറെ ഒന്നുമില്ല ഗൈസ്. ഞാൻ പിന്നെ വേറെ പുതിയ സിറ്റീസൊക്കെ കണ്ടു വച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും അവിടെ ട്രിപ്പ് പോകും. അത് ഇതുപോലത്തെ ഒന്നുമല്ല ഗൈസ്. നമ്മുടെ സാധാരണ സിറ്റി പോലെയാണ്. നമുക്കവിടെ കൂട്ടുകാരുണ്ട് ഗൈസ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ എൻ്റെ ചേട്ടൻ ഫ്രാങ്ക്ലിൻ മാത്രമേ ഉള്ളത്. അവനിപ്പോൾ ഇവിടെ ഇല്ല. അവന് ട്രാൻസ്ഫർ കിട്ടി പോവുകയും ചെയ്ത്. എനിക്കറിയാവുന്ന ആരുമില്ല. അതാണ് ഈ സിറ്റിക്ക് വലിയ കംഫർട്ടബിളായിട്ടൊന്നും തോന്നിയില്ല ഗൈസ്. നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകാം. ഡൊമിങ്കോസിനെ നിൻ്റെ വീട്ടിലിറക്കിയാൽ പോലെയാടാ? ഓ എൻ്റെ വീട്ടിൽ ഇറക്കിയാൽ മതി. ബസ് ഡൊമിങ്കോസിന് എൻ്റെ വീട്ടിൽ ഇറക്കിയാൽ മതി. അയ്യോ സീനില്ല. ഷിൻചാനെ ഓക്കെ അല്ലേ? ഓക്കെ ഫ്രണ്ട്, സീനൊന്നുമില്ല, വിട്ടോ. ഒന്നുമില്ലല്ലോ. അപ്പം നമുക്ക് എന്തായാലും പോവാം. വണ്ടി പഴയ അവസ്ഥയിലേക്ക് വീണ്ടുമായി. ഞാൻ സ്വയം റിപ്പയർ ചെയ്യും വീട്ടിൽ തന്നെ. എൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് മടിയായ കാരണമാണ് ഞാൻ ഇപ്പോഴും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണം. ഇപ്പം നമുക്കറിയാവുന്ന അതെ ഡൊമിങ്കോസ് എന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന എല്ലാ വർക്ക്ഷോപ്പിലും നമ്മൾ കയറി കടം വരുത്തി വെച്ചിട്ടുണ്ട്. ഇനി ഒരു വർഷം അവർ മറക്കണ വരെ നമുക്ക് നമ്മുടെ സ്വയം ജോലി ശരിയാക്കേണ്ട വരും. ഡൊമിങ്കോസ് ഇവിടെ എത്തിയാൽ മതി. ഓ ശരിയോടോ, ഞാൻ ഒന്ന് ഇറങ്ങൂ. അപ്പോൾ ഡൊമിങ്കോസ് ടാറ്റാ ബൈ ബൈ സി യു. അപ്പോൾ അവൻ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം. എനിക്ക് വിശക്കാണ്. ഞാൻ ഇന്നൊന്നും കഴിച്ചില്ല. ഷിൻചാനെല്ലാം കഴിച്ചാണ്. ഞാൻ ഇന്നൊന്നും കഴിച്ചില്ല ഗൈസ്. നമുക്ക് പെട്ടെന്ന് പോവാം. ഷിൻചാനെ, ഞാൻ ഒരു ഷോർട്ട് കട്ട് കൊണ്ട് വിളിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഷിൻചാനെ, ആ വഴി പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ആ വഴി നമുക്ക് പോവാം. ഇതാണ് നമ്മുടെ ഷോർട്ട് കട്ട്. എങ്ങനെയുണ്ട്? കൊള്ളാവാ? ഷോർട്ട് കട്ടൊക്കെ പൊളിയാണ് ഫ്രണ്ട്. പക്ഷെ നമുക്ക് ഈ വഴി എപ്പോഴും സാധനം മേടിക്കാനൊക്കെ പോയിട്ട് വരാം അടുത്ത സിറ്റിയിൽ. സോ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് സേഫായി. ഇപ്പം സേഫായി എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഷിൻചാൻ അതിൻ്റെ ഉള്ളിൽ കയറാം. ഓ സീനില്ല. നമ്മളെ ബാക്കി 2 കാറ് നമ്മൾ സേഫായിട്ടൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇവിടെ നിർത്താം. അല്ലെങ്കിൽ ഡിഫൻഡർ ഇടിക്കും. ഇവിടെ ഇറക്കിയിട്ട് ഷിൻചാൻ നീ ഇവനെ ഇറങ്ങി ഒപ്പത്തേക്ക് ഓടിയാ. ഷിൻചാനോട് ചോദിക്കാം
നമ്മുടെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നത്. ഷിൻചാൻ നമ്മുടെ ട്രിപ്പ് കൊള്ളാവാ. ഫ്രാങ്ക്ലി ട്രിപ്പ് അടിപൊളിയായിരുന്നു, പക്ഷെ ആ സ്ഥലം അങ്ങോട്ട് പോരാ. എന്നാലും കൊള്ളാട്ടെ, ഫുഡും അവിടുത്തെ റിസോർട്ടും കാര്യങ്ങളും എല്ലാം കൊള്ളാം ഫ്രാങ്ക്ലി. എനിക്ക് ട്രിപ്പ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സോ ഗൈസ്, ഷിൻചാനും നമ്മുടെ ട്രിപ്പ് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഞങ്ങളുടെ ട്രിപ്പ് ഇഷ്ടമായി കമൻറ്റ് ചെയ്യൊക്കെ. പിന്നെ ഇതുപോലത്തെ ട്രിപ്പായിട്ട് ഞാൻ വീണ്ടും വരും. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കും ഗൈസ്.